ശാലിനി, നമുക്ക് നാളെ തന്നെ ഹണിമൂൺ കൂട്ടാലോ? എപ്പോഴും സോമചേട്ടാ? ഒരാഴ്ചത്തേക്കുള്ള പാലാർക്ക് നമുക്ക് വാങ്ങിക്കൊടുത്തേച്ച് ഇവിടുത്തെ അങ്ങ് വിടാന്ന്. ഒരാഴ്ചയോ? അടിപൊളി. പോവാനുള്ള സ്ഥലത്തിന്റെ ലിസ്റ്റ് റെഡിയാക്കണ്ടേ? ലിസ്റ്റൊക്കെ എന്തിനാണ്? നമുക്ക് കൊടൈക്കനാലിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. എന്നാ പറയുന്നത്? ഒരാഴ്ചത്തേക്കെന്നല്ലേ പറഞ്ഞു? ഇത് സോമനുള്ള ജൈവാഹാരമാണ്. ഇതാ ഇതെവിടെയെങ്കിലും ഭദ്രോട്ട് വെക്കണം. ഇതെന്താ? പുള്ളിക്കാരൻ ഇത് വെച്ചാ പല്ല് കേൾക്കുന്നത്. ഇതാ ബെസ്റ്റ്. എന്തേ കാണിക്കുന്നേ? ഈ വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ, എല്ലാം ക്ലിയറാ. ആ, കൊടൈക്കനാലെത്തുമല്ലോ. എത്തിയാൽ മാത്രം മതിയാ, തിരിച്ചങ്ങോട്ട് വരണ്ടേ? താൻ ഓവർ സ്മാർട്ടാണല്ലോ. കൊള്ളാലോ താൻ. എന്നാ സായിച്ചേട്ടാ ഒരു കാറും ബഹളമൊക്കെ? ആ സോമനെ ഹണിമൂണിന് പോകുന്നതാ. വല്ല പച്ചക്കറിത്തോട്ടത്തിലോട്ടും ആയിരിക്കും അല്ലേടാ തോമാ? അല്ല, ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? ഓ വേണ്ടായേ, ഞാൻ പൊക്കോളാം. ആ ചെല്ലു ചെല്ലു. അമ്മ, ഞാനില്ലാന്നുകൊണ്ട് നെല്ലിക്ക ജ്യൂസ് ഒന്നും മുടക്കരുത് കേട്ടോ. ആടെ പോയിട്ട് വാ. വരൂ. ശരി പോയിട്ട് വരാം. എങ്ങനെയുണ്ട് ശരി. ശാലിനി, കേറി വണ്ടി എടുക്കടോ. ഹണിമൂണ് ചേച്ചി വിളിച്ചില്ലേ അവര്? ഓ, നമ്മുടെ മൂണൊക്കെ കഴിഞ്ഞില്ലേടിയേ? ഓ, ആ ഇവിടെ ഇവിടെ ഇവിടെ. ഇത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഇവിടെ അവന്റെ അച്ഛനുള്ളപ്പോ വന്നതാ. വെയിറ്റിംഗ് ചാർജ് തന്നാ മതി. ആട്ടിറച്ചി പപ്സ് ഉണ്ടോ? ആടാ, മീറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഉണ്ട്. പച്ചക്കറി എന്റെ പട്ടി തിന്നു. നീ മീറ്റ് ചിക്കൻ ഓരോന്ന് പൊതിഞ്ഞെടുത്തേ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് കൊടൈക്കനാലിലേക്കുള്ള വഴി. ആ ശാലിനി, മഴവിൽക്കാവിടെ സിനിമ കണ്ടതല്ലേ? ഞാനാ പടം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? അബ്രവാളയിൽ സത്യനന്ദിക്കാട് വിരചിച്ച ചലച്ചിത്ര കാവ്യമല്ലേ? അല്ല, നല്ല കലക്കം പടമാന്ന് പറഞ്ഞ. എടോ, നമുക്ക് ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് പോവാം. ഓ, മൈനാക പൊന്മുടിയിൽ പൊന്നിനി നീ ആ പാട്ടുണ്ടോ? ആ ഉണ്ട്. ഉണ്ടെങ്കിൽ ഇട്. പറയുമ്പോ തന്നെ മൈനാകം വരുമോ? നോക്കട്ടെ. താനിട് പറയുന്നത് കേട്ടാ മതി. അയാളൊരു മൈനാകം. പോയാ മതിയായിരുന്നു. നമുക്ക് കുറെ സമയമുണ്ട്, യാതൊരു ധൃതിയില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് കയറിയാ മതി. എന്തൊരു അനുഭൂതിയല്ലേ! അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് അമ്മേനെയും കൂട്ടാം അല്ലേ? വേണ്ടേ? നമുക്കേ കുറച്ചധികം പഞ്ചാമൃതം വാങ്ങിയിട്ട് ശാലിനിയുടെ വീട്ടിൽ കൊടുക്കാം. അച്ഛനും അമ്മയ്ക്ക് ഹാപ്പി ആയിക്കോട്ടെ. അതൊന്നും വേണ്ട. നമ്മളിവിടെ കയറിയ കാര്യം എന്റെ വീട്ടുകാർ അറിയണ്ട. വാ. ഒരാഴ്ച കടന്നു പോയതറിഞ്ഞില്ല.
നിരീശ്വരവാദിയായ സോമൻ ചേട്ടൻ എൻ്റെ തടി കുറയ്ക്കാനുള്ള ആദ്യ പടിയായിട്ടാണ് ഈ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തതെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു.